വണക്കം. ദൃശ്യം 3 4ാം ക്ലാസ്സുകാരൻ്റെ 3ാം വരവ്. ഇതാണ് ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമ. തുടക്കം തന്നെ പടം കൊള്ളാമോ ഇല്ലയോ എന്നുള്ള സംഭവം കേൾക്കാനായിരിക്കും പ്രേക്ഷകരിരിക്കുന്നത്. കാരണം ഈ പടത്തിനെക്കുറിച്ച് എക്സെപ്ഷണലായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഫാമിലി ഓഡിയൻസ് ഈ പടം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു, ഈ പടം ഏറ്റെടുത്ത് കഴിഞ്ഞു. അതിൻ്റെ ബൈറ്റുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കാരണം ഫാമിലി ഓഡിയൻസ് എല്ലാം ത്രിൽഡ് ആയിട്ടാണ് പറയുന്നത്, ഈ സിനിമ വളരെ നല്ല സിനിമയാണ്, ഒരു രക്ഷയുമില്ല ഈ സിനിമ എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഇനി എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഇത് എൻ്റെ ഒരു പേഴ്സണൽ വ്യൂ ആണ്. എൻ്റെ ഒരു പെർസെപ്ഷനിലൂടെ ഞാൻ സിനിമ കാണുന്നതാണ്. സംഭവം എന്ന് പറഞ്ഞാൽ ഈ സിനിമ ദൃശ്യം 1 എന്ന് പറയുന്ന സിനിമ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിട്ടാണ് മലയാള സിനിമ വിട്ടുപോയത്. അത് കഴിഞ്ഞ് ദൃശ്യം 2 വന്നു. ദൃശ്യം 2 വന്നപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും വിചാരിച്ചത് ദൃശ്യം 1 വന്നു കഴിഞ്ഞു, ഇനി ഇതിനകത്ത് എന്തോന്നാണ് എടുത്തിട്ട് കാണിക്കാനുള്ളത്. ദൃശ്യം 2 കൊണ്ടുവന്നത് കോവിഡ് സമയത്ത് എനിക്ക് തോന്നുന്നത് OTT പ്ലാറ്റ്ഫോമിലാണ് വന്നത്. OTTയിൽ ദൃശ്യം വന്ന ആ സമയത്ത് തന്നെ അത് കണ്ട മലയാളികൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. സംഭവം ജീത്തു ജോസഫിൻ്റെ ആ ഒരു കൃത്യമായിട്ടുള്ള ഒരു ആ എഴുത്ത് വളരെ ഗംഭീരമായിരുന്നു. പക്ഷേ ദൃശ്യം 1നെക്കാട്ടിലും താഴെയായിരുന്നു, ഒരു പൊടിക്ക് താഴെയായിരുന്നു ദൃശ്യം 2 നിന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ദൃശ്യം 2 എല്ലാവരെയും ഞെട്ടിച്ചു. ദൃശ്യം 2 വളരെ നല്ലൊരു സിനിമയായിരുന്നു. ദൃശ്യം 3ലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ ദൃശ്യം 1നും ദൃശ്യം 2വിനും താഴെയാണ് ദൃശ്യം 3 എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കമൻസൊക്കെ വായിക്കുമ്പോൾ ആൻ്റണി പെരുമ്പാവൂർ ഇനി എപ്പോഴെങ്കിലുമൊക്കെ കടം കയറുമ്പോൾ അപ്പം ആൻ്റണി പെരുമ്പാവൂർ പറയും, അണ്ണാ നമുക്കൊരു ദൃശ്യം 7 എടുക്കുക അണ്ണാ എന്നൊക്കെ ആൻ്റണി പെരുമ്പാവൂർ പറയുമെന്നാണ് പല ആൾക്കാരും സൂചിപ്പിച്ച് കണ്ടത്. ഇതൊരു സമ്മിശ്ര പ്രതികരണമാണ് ഈ സിനിമയ്ക്ക് വരുന്നത്. ചില ആൾക്കാർ ഇത് വളരെ ഗംഭീരമായിട്ടുണ്ടെന്ന് പറയുന്നു, ചില ആൾക്കാർക്ക് ഇത് ഒരു ഓക്കെ മൂവിയാണ്. ആ രണ്ടാമത്തെ ടൈപ്പ് ആൾക്കാരുടെ കൂടെയാണ് ഞാൻ. ഇത് കൊള്ളാം, നല്ലൊരു സിനിമയാണ് എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. അതായത് ദൃശ്യം 1 പോലെ അതിഗംഭീരമായിട്ടുള്ള സിനിമയാണ്, ഒരു രക്ഷയുമില്ല എന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. കൊള്ളാം, നല്ല സിനിമ, ഒരു വട്ടം പോയി കാണാനുള്ളതൊക്കെ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് ഈ സിനിമയെക്കുറിച്ച് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ ദൃശ്യം 1ലും ദൃശ്യം 2വിലും ജോർജ് കുട്ടി എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ ആ ഒരു ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടറിൻ്റെ കൺട്രോളിലായിരുന്നു സകല കാര്യങ്ങളെന്ന് പറയുന്നത്. കാരണം ജോർജ് കുട്ടി പറയുന്ന സ്ഥലത്തേക്ക് ജോർജ് കുട്ടി അല്ലെങ്കിൽ ജോർജ് കുട്ടി പ്ലാൻ ചെയ്തിരിക്കുന്ന ആ കെണിയിലേക്ക് അല്ലെങ്കിൽ ആ ടാർഗറ്റിലേക്ക് ജോർജ് കുട്ടി കൃത്യമായിട്ട് എല്ലാ പോലീസുകാരെയും ഗീതാ പ്രഭാകരനെയും എല്ലാം കൊണ്ടെത്തിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവരുടെ പ്ലാന്, അതായത് ജോർജ് കുട്ടി ചേസ് ചെയ്യുന്നത് അവരുടെ പ്ലാനാണ്. ദൃശ്യം 2ൻ്റെ ക്ലൈമാക്സിൽ നമ്മുടെ തോമസ് ബാസ്റ്റിൻ എന്ന് പറയുന്ന മുരളി ഗോപി ചെയ്ത ക്യാരക്ടർ പറയുന്നൊരു ഡയലോഗുണ്ട്. അത് വളരെ കൃത്യമായിട്ടുള്ളൊരു ഡയലോഗാണ്. ആ ഡയലോഗിൽ തോമസ് ബാസ്റ്റിൻ പറയുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മൾ അയാളെ അല്ല, അയാൾ നമ്മളെയാണ് ചേസ് കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ഗീത നമുക്ക് കേസ് ക്ലോസ് ചെയ്യാം, നമുക്കിത് ജയിക്കാൻ സാധിക്കില്ല എന്ന് കൃത്യമായിട്ട് തോമസ് ബാസ്റ്റിൻ പറയുന്നുണ്ട്. പക്ഷേ ദൃശ്യം 3ലേക്ക് എത്തുമ്പോൾ ജോർജ് കുട്ടിക്ക് ഒരു ഐഡിയ ഇല്ല, ഇവന്മാരെന്താണ് ചെയ്യുന്നത്, ഇവരെന്താണ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ജോർജ് കുട്ടിക്ക് യാതൊരുവിധ ഐഡിയയില്ല. ജോർജ് കുട്ടിയെ കൃത്യമായിട്ട് അവർ ചേസ് ചെയ്യുകയാണ്. ഈ സിനിമയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 2 മണിക്കൂർ 49 മിനിറ്റ് ഈ സിനിമയുണ്ട്. 2 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ കയറി കണ്ടു കഴിഞ്ഞാലും ഈ സിനിമ മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്ന് പറയുന്നത്. കാരണം ആ 49 മിനിറ്റാണ്, ഏറ്റവും അവസാനത്തെ 49 മിനിറ്റാണ് കഥയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ദൃശ്യം 2വും ദൃശ്യം 1 അങ്ങനെയല്ല. എസ്പെഷ്യലി ദൃശ്യം 2വിൽ നമുക്ക് തുടക്കത്തിൽ കുറച്ച് ലാഗ് അടിക്കുമെങ്കിലും ക്ലൈമാക്സിൽ സായികുമാർ വന്നിരുന്ന് സായികുമാറിൻ്റെ ആ തിരക്കഥ വിരിക്കുന്ന ആ ഒരു സമയത്ത് ഈ ഫസ്റ്റ് ഹാഫിലെ കുറേ ലാഗ് അടിപ്പിച്ച സാധനങ്ങളൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണല്ലേ ജോർജ് കുട്ടി അപ്പോൾ അങ്ങനെ ചെയ്തത്, അതുകൊണ്ടാണല്ലേ ജോർജ് കുട്ടി ഇപ്പോൾ ഇങ്ങനെ ചെയ്തത്, ജോർജ് കുട്ടി വലിയ മുതലാളിയാകുമ്പോഴും ജോർജ് കുട്ടി ഇവരെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നതിൻ്റെ ഉദാഹരണമാണല്ലേ ഇത് എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഈ അവസാനത്തെ 49 മിനിറ്റ് ദൃശ്യം 3യിലെ അത് കണ്ടു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു ഫ്രഷ് കഥ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ, സാധാരണ ജിത്തു ജോസഫ് എന്ന് പറഞ്ഞാൽ ജിത്തു ജോസഫിൻ്റെ ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അതിഗംഭീരമായിട്ടുള്ള എഴുത്താണ് ജിത്തു ജോസഫ്. അത് കണ്ടപ്പോൾ മലയാളത്തിൽ ഒരു ക്രൈം മൂവി ഇതുപോലെ എടുക്കുന്ന ഒരാളില്ല എന്ന് ചിലപ്പോൾ തോന്നിപ്പോവും. അപ്പോൾ അങ്ങനെയുള്ളൊരു
ഒരു ജിത്തു ജോസഫ് യഥാർത്ഥത്തിൽ ഈ ദൃശ്യം 3 നമുക്ക് കാണുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചില ക്യാരക്ടേഴ്സ് ദൃശ്യം 3 അവർ തുടക്കത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് തോന്നിപ്പിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷേ ആ ക്യാരക്ടർ ഒരു സമയം കഴിയുമ്പോൾ, അതായത് കുറച്ച് നേരം കഴിയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിന്നിട്ട് നമ്മളോടൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ എങ്ങോട്ടോ പോയി മറയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഇൻ്റർവെൽ പഞ്ച്, അത് നല്ലൊരു പഞ്ചായിരുന്നു. പക്ഷേ അത് എക്സ്പെക്റ്റഡ് ആയിരുന്നു, പ്രഡിക്റ്റബിൾ ആയിരുന്നു ആ ഇൻ്റർവെൽ പഞ്ച് എന്ന് പറയുന്നത്. പക്ഷേ ദൃശ്യം 1ൻ്റെ ഒരു ഇൻ്റർവെൽ പഞ്ച് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അത് ദൃശ്യം 3യിൽ നമുക്കുണ്ടാവുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ദൃശ്യം 3യിലെ ആ ഇൻ്റർവെൽ പഞ്ച് കൃത്യമായിട്ട് ജിത്തു ജോസഫ് കൊടുത്തിട്ടുണ്ട്. ജിത്തു ജോസഫ് ആ കാര്യത്തിലൊക്കെ പുലിയാണ്. കാരണം നമ്മളൊരു ഇൻ്റർവെൽ പഞ്ച് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഇൻ്റർവെൽ പഞ്ച് നമുക്ക് വരുമ്പോൾ, നമുക്ക് പുറത്തിറങ്ങി ഒരു പോപ്കോൺ മേടിച്ചിട്ട് തിരിച്ച് എത്രയും വേഗം കയറണം, തുടക്കം മുതൽ കാരണം എന്നൊരു വ്യഗ്രത പറഞ്ഞ ഒരു ഹുക്കാണത്. ആ ഹുക്ക് കൃത്യമായിട്ടിടാൻ നമ്മുടെ ജിത്തു ജോസഫിന് കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ അതുപോലെയാണ് ഇൻ്റർവെൽ പഞ്ച് ദൃശ്യം 3യിൽ കൊടുത്തിരിക്കുന്നത്. അതാണ് ഭയങ്കര കിടിലമായിട്ട് കത്തിച്ചു എന്നൊക്കെ പ്രേക്ഷകർ പറയുന്നത്. അത് കഴിഞ്ഞ് ഇൻ്റർവെൽ പഞ്ച് കഴിഞ്ഞ് പിന്നെ സിനിമ തുടങ്ങുമ്പോഴും പിന്നീടും സിനിമ ജോർജ് കുട്ടിയുടെ ജീവിത വ്യവഹാരത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. ജോർജ് കുട്ടി ഒന്നും ശ്രദ്ധിക്കുന്നില്ല. ജോർജ് കുട്ടി അയാളുടെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ജോർജ് കുട്ടി അങ്ങനെയല്ല, ജോർജ് കുട്ടി ഇതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കി തന്നെ, അല്ലെങ്കിൽ പ്രേക്ഷകനെ അങ്ങനെ ബോധ്യപ്പെടുത്താനായിട്ട് ജിത്തു ജോസഫ് എവിടെയെങ്കിലുമൊക്കെ നടക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആരെങ്കിലുമൊക്കെ ജോർജ് കുട്ടിയെ വിളിച്ച് പറയും. ജോർജ് കുട്ടി ചേട്ടാ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടന്നു, ജോർജ് കുട്ടി ചേട്ടാ അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നു എന്നൊക്കെ പറയും. അപ്പോൾ ജോർജ് കുട്ടി ഇങ്ങനെ ഇരുന്നിട്ട് പറയും, എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു ആൻറ്റിസിപ്പേറ്ററി ബെയിലിന് മൂവ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ജോർജ് കുട്ടി മെഴുകുന്ന കാഴ്ചയാണ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. എല്ലാത്തിൻ്റെയും അവസാനം ജോർജ് കുട്ടിയല്ല ഇവരെ ജോർജ് കുട്ടിയുടെ പ്ലാനിലേക്ക് കൊണ്ടുവരുന്നത്, മറിച്ച് ഈ ദൃശ്യത്തിലെ മറ്റ് വില്ലന്മാരാണ് അവരുടെ പ്ലാനിലേക്ക് ജോർജ് കുട്ടി കൊണ്ടുവരുന്നത്. ജോർജ് കുട്ടി അവസാനം കാണിക്കുന്ന ഒരു ബുദ്ധി മാത്രമാണ് ജോർജ് കുട്ടിയുടേതായിട്ടുള്ളത് എന്നെനിക്ക് തോന്നി. ഇതിൻ്റെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഈ ജോർജ് കുട്ടി എനിക്ക് തോന്നിയതാണ്, ജോർജ് കുട്ടി എന്ന് പറയുന്ന വ്യക്തി ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ സാധാരണക്കാരനായിട്ടുള്ള വ്യക്തിക്ക് ഒരു കൊച്ചു കുടുംബമുണ്ട് എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ജോർജ് കുട്ടി എമ്പുരാനിലെ അല്ലെങ്കിൽ ലൂസിഫറിലെ ആ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ലൂസിഫറിലെ സ്റ്റീഫൻ നെടുമ്പള്ളിയായിട്ട് എവിടെയൊക്കെയോ ജോർജ് കുട്ടി പരിണാമപ്പെടുന്നതായിട്ട് എനിക്ക് മാത്രം തോന്നിയതായിരിക്കാം. കാരണം മാസ് സീന് ചിലതൊക്കെ ആഡ് ചെയ്യാനായിട്ട് ഇതിനകത്ത് ശ്രമിച്ചിട്ടുണ്ട്. ആ മാസ് സീനിലൊക്കെ വരുമ്പോൾ മോഹൻലാലിൻ്റെ ആ ഒരു മാനറിസം ഒക്കെ എനിക്ക് സ്റ്റീഫൻ നെടുമ്പള്ളിയെ പോലെ എവിടെയൊക്കെ തോന്നി. പിന്നെ മാസ് സീന് മാത്രമല്ല ഇതിനകത്ത് ഫൈറ്റ് സീനുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യമെന്ന് പറയുന്നത്. ജോർജ് കുട്ടി ഫൈറ്റ് ചെയ്യുന്നതായിട്ട് നമുക്കൊരിക്കലും, പ്രത്യേകിച്ച് എനിക്ക് ഒരിക്കലും സങ്കല്പിക്കാനായിട്ട് സാധിക്കില്ല. ജോർജ് കുട്ടി ഫൈറ്റ് ചെയ്താൽ അത് റിയലിസ്റ്റിക്കായിട്ട് എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. ഇതെല്ലാം എൻ്റെ കാര്യമാണ് കേട്ടോ, എനിക്ക് ബേസിക്കലി ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഇതിൽ ജോർജ് കുട്ടി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ജോർജ് കുട്ടി അവസാനം ഒരു ഭീഷണിയും പോലീസുകാർക്ക് നേരെയും മറ്റ് വില്ലന്മാർക്ക് നേരെയും ഉന്നയിക്കുന്നുണ്ട്. ഇനി എൻ്റെ കുടുംബത്തിനെ തേടി വന്നു കഴിഞ്ഞാൽ കൊന്നുകളയും ഞാൻ എന്നും ജോർജ് കുട്ടി ഇതിനകത്ത് പറയുന്നുണ്ട്. അങ്ങനെ വളരെ അഗ്രസീവായിട്ടുള്ളൊരു ജോർജ് കുട്ടിയാണ് നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ നമുക്ക് വാച്ച് ചെയ്യാം, നമുക്ക് ത്രില്ലടിപ്പിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫൈറ്റ് സീൻസൊക്കെ വരുന്നത് കൊണ്ട് തന്നെ മോഹൻലാൽ ഫാൻസിനുള്ള എല്ലാ ചേരുവകളും ഇതിനകത്തുണ്ട്. ഗൂസ് ബം മൊമെൻറ്റ്സ് ഉണ്ട്. പിന്നെ വളരെ ഇമോഷണലാണ് ജോർജ് കുട്ടി, വളരെ ഇമോഷണലായിട്ടാണ് ഇപ്പോൾ കാര്യങ്ങളെയൊക്കെ ജോർജ് കുട്ടി സമീപിക്കുന്നത്. അതിനകത്തൊരു ഡയലോഗുണ്ട്, അതായത് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണം എനിക്ക് അവരെ പേടിയായതുകൊണ്ടല്ല, എനിക്ക് എന്നെ തന്നെ പേടിയായി തുടങ്ങിയിരിക്കുന്നു എന്ന് ജോർജ് കുട്ടി പറയുന്നൊരു സീനുണ്ട്. അപ്പോൾ ആ സീനൊക്കെ വെച്ച് ഇതിനെ കൺവിൻസ് ചെയ്യാനായിട്ട് ജിത്തു ജോസഫ് വളരെ ഗംഭീരമായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് ബേസിക്കലി തോന്നിയിട്ടുള്ളത്. പക്ഷേ എങ്കിലും ദൃശ്യം 1ഉം ദൃശ്യം 2വിനേക്കാളും താഴെയാണ് ദൃശ്യം 3. ദൃശ്യം 1നേക്കാളും ഒരുപടി താഴെയായിരുന്നു ദൃശ്യം 2 എങ്കിൽ അതിനേക്കാൾ ഒരു 5-6 പടി താഴെയാണ് ദൃശ്യം 3 എന്ന് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ ഞാൻ പറയും. എന്നിട്ട് ഏറ്റവും അവസാനം ദൃശ്യം 4-നുള്ളൊരു ലീഡ് കൂടെ ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഇനി ഇതിനകത്ത് എന്താണ് ചെയ്യാനുള്ളത് എന്നുള്ളൊരു തോന്നൽ എല്ലാ പ്രേക്ഷകർക്കും ഉണ്ട്, എനിക്കുണ്ട്. ദൃശ്യം 2 വരെ ഓക്കെ ആയിരുന്നു. ഇനി ദൃശ്യം 3 കുഴപ്പമില്ല. ഇനി ദൃശ്യം 4 വരുമ്പോൾ ദയവ് ചെയ്ത് അത് ഞാൻ ചളവാക്കരുത്, ആൻ്റണി പെരുമ്പാവൂരിൻ്റെ കടം തീർക്കാനായിട്ട് ദയവ് ചെയ്ത് ദൃശ്യം 4 എടുക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം ദൃശ്യം 4ലേക്ക് വരുമ്പോൾ ഇനി ഇതിലും താഴോട്ട് പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. കാരണം ഇപ്പോൾ ഇതൊരു ബ്രാൻഡാണ് ദൃശ്യം എന്ന് പറയുന്നത്. എവിടെ എങ്ങനെ തൂക്കി വിറ്റാലും ഇത് നല്ല പൊന്നും വിലയ്ക്ക് വിറ്റ് പോകുന്നൊരു ബ്രാൻഡ്. ഇനി ഇതിനും താഴോട്ടേക്ക് ഇത് ഇറക്കി കൊണ്ടുവന്നാൽ വളരെ മോശമാവും. അല്ലെങ്കിൽ വളരെ എക്സെപ്ഷണലായിട്ടുള്ള ദൃശ്യം 1നോട് കിടപിടിക്കുന്ന ഒരു ഗംഭീരമായിട്ടുള്ളൊരു പോയിൻ്റ് വേണം. പക്ഷേ
ഇതിനകത്ത് എന്താണ് പോയിൻ്റ്? ഒരു വരുൺ പ്രഭാകർ കേസ്, ആ വരുൺ പ്രഭാകറിൻ്റെ കേസിൻ്റെ എല്ലാ കാര്യങ്ങളും ചുരുളഴിഞ്ഞു കഴിഞ്ഞു. ജോർജ് കുട്ടി എന്താണ് ചെയ്തത് എന്ന് ഇവിടെയുള്ള നാട്ടുകാർക്കും അറിയാം, പ്രേക്ഷകർക്കും അറിയാം, ജഡ്ജിക്കും അറിയാം, പോലീസുകാർക്കും അറിയാം. ഇനി ജോർജ് കുട്ടിയെ എങ്ങനെയെങ്കിലും കൊടുക്കണം എന്നുള്ള സംഭവം മാത്രമേ ഉള്ളൂ. ഇതിനാണെങ്കിൽ ഒരു തെളിവുമില്ല, തെളിവിൻ്റെ അവസാനത്തെ കണിക പോലും നശിപ്പിച്ചു കഴിഞ്ഞുവെന്ന് തോമസ് ബാസ്റ്റിൻ പറയുന്നുണ്ട്. ഇനി ഒരു തെളിവുമില്ല ജോർജ് കുട്ടിയെ കൊടുക്കാനായിട്ട്. ജോർജ് കുട്ടി കുടുങ്ങില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇനി എന്ത് വെച്ചിട്ടാണ് ഈ കേസ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പോകുന്നത് എന്നുള്ള ഒരു ചോദ്യം വലിയൊരു ചോദ്യചിഹ്നമായി അവസാനിക്കുന്നുണ്ട്. അത് പ്രേക്ഷകരുടെ മനസ്സിലും കൃത്യമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ദൃശ്യം 4 എന്ന് പറയുന്നൊരു കഥ സിനിമയായി മാറുമ്പോൾ അത് വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ട് എവിടെയെങ്കിലും പോകാനായിട്ട് സാധ്യതയുണ്ട് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ശരി.